ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SNR മെക്ടെക് മടവണ്ടി. ഞാൻ ശരത്ത്, തൃശ്ശൂർ. മച്ചന്മാരെ, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് കൂട്ടായ്മയിൽ ഏതോ ഒരു ഗ്രൂപ്പിൽ ഒരു കൂട്ടുകാരൻ ചോദിച്ച സംശയത്തിന് ഉള്ള ഉത്തരമാണ്. അത് ആ കൂട്ടുകാരൻ്റെ സംശയം എനിക്കൊരു നല്ലൊരു എല്ലാവർക്കും പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു കാര്യം ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഇടുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ സംശയം ഇതാണ്, PCV വാൽവിൻ്റെ വർക്കിംഗ് എന്താണെന്നാണ് ചോദ്യം. എന്താണ് PCV വാൽവ് എന്ന് പറയുന്നത്? ഈ വാൽവാണ് കേട്ടോ. ഈ വാൽവിനാണ് PCV വാൽവ് എന്ന് പറയാം. ഈ PCVയുടെ അർത്ഥം പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ എന്നാണ്. അതായത് നമ്മുടെ എൻജിൻ്റെ ഉള്ളിൽ ഓയിലൊന്നും പുറത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട് ഫുള്ള് സീൽഡാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, എൻജിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഓൾറെഡി ചൂട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എന്താ വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എൻജിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുകയാണ്. പവർ കിട്ടണത് എങ്ങനെയാണ്? പെട്രോൾ കത്തിച്ച് അല്ലെങ്കിൽ ഡീസൽ കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള പവറും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, എൻജിൻ കറങ്ങണത്. അപ്പോൾ സ്ഫോടനം നടക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാവില്ലേ? ആ ചൂട് ഈ ഹൈ സീൽഡ് ആയിട്ടുള്ള ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ആ ചൂട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഓയിൽ ഓട്ടോമാറ്റിക്കലി ചൂടാവില്ലേ? ആ ഓയിൽ ഓട്ടോമാറ്റിക്കലി ചൂടാവുമ്പം ഇതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ സീൽഡായ കാരണം എൻജിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു പ്രഷർ ക്രിയേറ്റ് ആവും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ അരി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു മൂടി വെച്ചിട്ട് അടച്ചിട്ട് എന്ന് വിചാരിക്കാം. മൂടി വെച്ചിട്ട് ഈ പാത്രം അടച്ചിട്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മളത് ചൂടാക്കുകയാണ്. അടിയിൽ വിറകിട്ട് കത്തിക്കുകയാണ്. കത്തിക്കുമ്പോൾ ഓൾറെഡി വെള്ളം ചൂടാവും. വെള്ളം ചൂടായിട്ട് ഒരു തിളയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഒരു നീരാവി വരും. നീരാവി വരുമ്പോൾ ഈ മുകളിലത്തെ ഈ മൂടിനെ തള്ളി നീക്കി പോവില്ലേ? എന്നിട്ട് ആ സൈഡ് കൂടെ ആ ആവി പുറത്തേക്ക് റിലീസാവും. കുക്കറാണെങ്കിൽ ഒരു നിശ്ചിത പ്രഷർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറിൻ്റെ വിസിൽ അടിക്കും. അതോടുകൂടിയിട്ട് അതുകൂടെ പ്രഷർ റിലീസാവും. പക്ഷേ എൻജിൻ ഹൈ സീൽഡായ കാരണം ആ ഭാഗത്തുകൂടെ എവിടെ കൂടി പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ സീലിംഗ് കൂടെ, അതായത് ഓയിൽ സീലുകൾ, അതുപോലെ പാക്കിങ്സ്, ഈ ഭാഗത്തു കൂടെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ ഈ പ്രഷർ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമം നടത്തും. ഓയിലേക്ക് കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ ഈ സിസ്റ്റം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് കവർ, അതായത് ഈ ഭാഗത്തുനിന്ന് ഈ വാൽവ് കവറിൻ്റെ ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് നേരെ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൊടുത്തിരിക്കുകയാണ്. പണ്ടത്തെ അംബാസഡർ വണ്ടികളിൽ, അങ്ങനത്തെ വണ്ടികളാണെന്ന് വെച്ചാൽ ഇത് നേരെ ഇവിടുന്ന് പൈപ്പ് ഇട്ടിട്ട് താഴത്തേക്ക് കൊടുത്തിരിക്കുന്നു. നമ്മുടെ അംബാസഡർ അങ്ങനത്തെ വണ്ടികളിലൊക്കെ താഴത്തേക്ക് കൊടുത്തിരിക്കുന്നു. ഈ അംബാസഡർ അങ്ങനത്തെ വണ്ടികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, താഴത്തെ ഭാഗത്ത് എപ്പോഴും ഓയിലിൻ്റെ അംശം, കാർപോർട്സിൽ കാര്യങ്ങളിലൊക്കെ ഓയിലിൻ്റെ അംശം കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു V ഷേപ്പിൽ താഴത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഗ്യാസ് ഫോർമേഷൻ നേരെ അന്തരീക്ഷത്തിലേക്ക് മിക്സ് ആവും. അപ്പോൾ ഈ ഓയിൽ കത്തുന്നതിന് മൂലം ഉണ്ടാവുന്ന ഗ്യാസ് ആണെന്നെങ്കിൽ അത് കത്താൻ ചാൻസ് ഉള്ളൊരു ഗ്യാസാണ്. ആ ഓയിൽ ചൂടാവുന്ന മൂലം ഉണ്ടാവുന്ന ഗ്യാസ് കത്തുന്ന ഒരു ഗ്യാസാണ്. അപ്പോൾ അത് പുറത്തേക്ക് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിടുമ്പോൾ അന്തരീക്ഷ മലിനീകരണ കാര്യങ്ങൾക്ക് കാരണമാവും. പിന്നെ അത് ഒരു വേസ്റ്റാണ്, നമുക്ക് കത്താൻ ചാൻസ് ഉള്ള ഒരു വാതകമാണെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിച്ചുകൂടെ എൻജിൻ്റെ പ്രവർത്തനത്തിന്. അപ്പം നമ്മൾ ഇവിടുന്ന് എൻജിൻ്റെ മോൾ ഭാഗത്തുനിന്ന് ഏകദേശം ഈ ഭാഗത്തുനിന്ന് കണ്ട അതിന് കണക്ഷൻ എടുത്തിട്ട് പോകണത് വാങ്ങണ്ടോട്ടാ, കണ്ടില്ലേ? അപ്പോൾ ഗ്യാസ് ഫോർമേഷൻ ഏറ്റവും ടോപ്പിൽ എത്തും. ആ ടോപ്പിൽ നിന്ന് വന്നിട്ട് ആ ഗ്യാസ് എടുത്തിട്ട് ഇതുകൂടെ ഈ PCV വാൽവ് വഴി റിലീസാക്കും. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഈ PCV വാൽവ് ഇവിടെ വാൽവ് സിസ്റ്റം കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചെങ്കിൽ, ഇവിടെ നേരിട്ട് ഇവിടുന്ന് കണക്ട് ചെയ്താൽ ഇവിടുന്ന് അങ്ങോട്ട് പോവും. വാൽവ് സിസ്റ്റം കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പാസേജ് ഉള്ളൂ. ഈ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പാസേജ് ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ട് കയറില്ല. അതായത് ഇതൊരു 1 വേ വാൽവാണ്. ഇതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിലത്തെ വാതകം ഇങ്ങോട്ട് കിടക്കില്ല, ഇവിടുന്ന് ഇങ്ങോട്ടാണ് കിടക്കുള്ളൂ. ഇതൊരു 1 വേ വാൽവാണ്. പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ വാൽവ്, PCV വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു 1 വേ വാൽവാണ്. അപ്പോൾ നിങ്ങൾക്ക്
പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ എന്തിനാണെന്നും അതിൻ്റെ വർക്കിംഗ് എന്താണെന്നും നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കൂട്ടുകാരന്മാർ ഇതുപോലുള്ള സംശയങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ശരി.